എനിക്ക് ഒരു ദിവസം അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എന്തെങ്കിലും നീ രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 10 കാശൊക്കെ വരുന്ന സമയത്ത് നീ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് എന്ത് എന്നുള്ളത് പോലും അറിയാത്തൊരു കാലത്താണ്. എന്നോട് പറഞ്ഞു 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പം ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ വരുവാണെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 600 രൂപ നീ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. പിന്നെ വരുന്ന ഒരു 300 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. പിന്നെ വരുന്നൊരു 100 രൂപ മൂന്നാമത് തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഞാൻ ഒരു 1000 രൂപ ഇട്ടൊരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പുള്ളി എന്നെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്കിൾ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ് നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കും തുണിമണി വാങ്ങിക്കാനും നിന്റെ ചെലവുകൾക്കും ഇതൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസ കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി ടാക്സ്, നീ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നീ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നീ കൃത്യമായി ആ പൈസ കൊണ്ട് നികുതി അടക്കുക. രണ്ടാമത്തേലും നീ മാറ്റിവെക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, മൂന്നാമത്തെ 100 രൂപയോ? അതാണ് നിനക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിനക്ക് തരാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് നേരത്തെ ഈ പറഞ്ഞ ഈ കോസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കും നിനക്ക് ജീവിതത്തിൽ നീ ഒരുപാട് വണ്ടികൾ വാങ്ങുമായിരിക്കും, വീടുകൾ വയ്ക്കുമായിരിക്കും. പക്ഷെ നിനക്ക് മനസ്സറിഞ്ഞ, അല്ലെങ്കിൽ നീ സന്തോഷിക്കുക, ജീവിതത്തിൽ നിന്റെ കൈ കൊണ്ട് ആ 100 രൂപ അല്ലെങ്കിൽ എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ വീട് വെച്ചാലും നീ കാറ് വാങ്ങിയാലൊന്നും നിനക്ക് കിട്ടില്ല.